നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് അതിജീവിത എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. അരുന്ധതിക്ക് ആ ദിവസം വെറും ഒരു ദിവസമായി മാത്രമല്ല തോന്നിയത്. ജീവിതം രണ്ടായി പിളർന്ന ഒരു രേഖ പോലെയായിരുന്നു മുമ്പും ശേഷവും എന്ന പോലെ. അവൾക്ക് കുറ്റബോധം തോന്നിയത് അന്ന് ജീവിതത്തിൽ സംഭവിച്ചതിനല്ല, സംഭവിച്ചതിന് ശേഷം അവൾക്ക് ജീവനോട് ഇരിക്കേണ്ടി വന്നതുകൊണ്ടാണ്. ശരീരം അവളെ വിട്ടു മാറിയെന്ന് ആ നിമിഷങ്ങളിൽ അവൾക്ക് തോന്നിയിരുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ചുറ്റുമുള്ളവർ പഴയതുപോലെ തന്നെ സംസാരിക്കുന്നു. അമ്മയുടെ പാത്രങ്ങൾ പതിവ് പോലെ അടുക്കളയിൽ ശബ്ദം കേൾപ്പിക്കുന്നു. റേഡിയോയിൽ പാട്ട് കേൾക്കുന്നു. ലോകം ഒന്നും അറിയാത്തതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അവൾ മാത്രം ഒരു ബിന്ദുവിൽ കുടുങ്ങിപ്പോയതുപോലെ. ക്രമേണ അവൾ മിണ്ടാതാകൽ സുരക്ഷ ആണെന്ന് അവൾ പഠിച്ചു. ചോദ്യം വരാത്തിടത്ത് മറുപടിയും വേണ്ടല്ലോ. രാത്രികൾ അവൾക്ക് കഠിനമായിരുന്നു. ഉറക്കം വരുന്നു, പക്ഷേ വിശ്രമമില്ല. കണ്ണാടിക്ക് മുന്നിൽ നിന്നാൽ അവൾക്ക് തന്നെ സ്വയം പരിചയമില്ലാത്തതുപോലെ. ഒടുവിൽ ഏറെ നാളുകൾക്ക് ശേഷം അവൾ അമ്മയുടെ കൂടെ ഒരു കൗൺസിലിംഗ് മുറിയിൽ പോയി. അവിടെ ആരും തന്നോട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചില്ല. എങ്ങനെ ഇത്രയും ശക്തിയായി എന്നതായിരുന്നു ചോദ്യം. ആദ്യമായി അവൾ കേട്ടു, ഇത് നിന്റെ തെറ്റല്ല. ആ വാക്കുകൾ ഒരു മന്ത്രം പോലെ അവളുടെ മനസ്സിനകത്ത് കയറി വെളിച്ചം തൂകി. വീണ്ടും പതുക്കെ അവൾ നടക്കാൻ പഠിച്ചു. സ്വന്തം ശരീരത്തോട് വീണ്ടും സൗഹൃദം സ്ഥാപിച്ചു. ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ചു. ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുത്തു. പരാതി കൊടുക്കാത്തത് ശരിയായില്ല എന്ന് വേണ്ടപ്പെട്ടവർ പറഞ്ഞു. ശബ്ദമുയർത്തിയില്ലെന്ന് മറ്റു ചിലർ കുറ്റപ്പെടുത്തി. പക്ഷേ അവർ ഒരു കാര്യം മനസ്സിലാക്കിയില്ല. നിശബ്ദത പോലും ഇരയ്ക്ക് ചിലപ്പോൾ അതിജീവനത്തിൻ്റെ ഭാഷയാണെന്ന്. അമ്മയുടെ ശക്തമായ പിൻബലത്തിൽ താൻ പഠിച്ച് സമർത്ഥയായ ഒരു അഭിഭാഷകയായി മാറി. വർഷങ്ങൾക്കിപ്പുറം അരുന്ധതി തന്നെപ്പോലെയുള്ള മറ്റു സ്ത്രീകളുടെ കൈപിടിച്ചു. അവരുടെ കണ്ണുകളിൽ ഒരിക്കൽ തനിക്കുണ്ടായ അതേ പേടി അവൾ കണ്ടു. ഒരിക്കൽ ഒരു ഇരയ്ക്ക് വേണ്ടി കേസ് ഫയൽ തയ്യാറാക്കുമ്പോൾ ആ കുട്ടിയോട് താൻ പറഞ്ഞു, നീ ഒറ്റയ്ക്കല്ല, നീ തകർന്നിട്ടില്ല. അഡ്വക്കേറ്റ് അരുന്ധതിക്ക് ഇന്ന് പൂർണ്ണമായും അത് മനസ്സിലാകുന്നുണ്ട്. ഒരു ഇരയെ നിർവചിക്കുന്നത് അവൾ അനുഭവിക്കുന്ന സംഭവം കൊണ്ടല്ല, മറിച്ച് ആ സംഭവത്തിന് ശേഷം അവൾ തിരഞ്ഞെടുക്കുന്ന നിലപാടും ജീവിതവുമാണ്. ഇര ആരാണെങ്കിലും മുറിവുകളോടെ ആണെങ്കിലും നിശ്ചയദാർഢ്യത്തോട് തന്നെ തലകുനിക്കാതെ നടക്കുകയാണ് അതിജീവിതയാകാനുള്ള ഏക മാർഗം. പ്രതിയെ നേരിടേണ്ടത് ധൈര്യപ്രകടനമായൊരു ആവേശത്തിലല്ല, ഒരു ഉറച്ച തീരുമാനത്തിൻ്റെ ശാന്തതയോടെയാണ്. കോടതി മുറിക്കകത്ത് ഇരയ്ക്കു വേണ്ടി നിന്നിരുന്ന ആ നിമിഷം ജീവിതത്തിൻ്റെ ഒരു കാവ്യനീതി പോലെ അഡ്വക്കേറ്റ് അരുന്ധതിക്ക് തോന്നി. അവൾ അയാളെ വീണ്ടും കാണുമെന്നൊരിക്കലും കരുതിയിരുന്നില്ല. എന്നാൽ പോരാട്ടങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തില്ലെങ്കിലും ചില അപൂർവ നിമിഷങ്ങൾ നമ്മളെ തേടി തന്നെ വരും എന്നത് തൻ്റെ ജീവിതത്തിൽ സത്യമായി എന്ന് അവൾ ഓർത്തു. കാലത്തിൻ്റെ ഒഴുക്ക് നൽകുന്ന അതിൻ്റെ സ്വതസിദ്ധമായ നീതി. കോടതി മുറിയുടെ അകത്തുള്ള ബെഞ്ചിൽ അരുന്ധതി ഇരുന്നു. കൈകൾ ചെറുതായി വിറച്ചു. മനസ്സിന് പഴയൊരു പേടി വീണ്ടും തലപൊക്കി. പക്ഷേ ഈ തവണ അവൾ എഴുന്നേറ്റ് ഓടിയില്ല. അത് അവൾക്ക് വിജയത്തിൻ്റെ ഒരു പുതിയ അനുഭവം കൂടിയായിരുന്നു. അയാൾ മുന്നിലൂടെ നടന്നു പോയപ്പോൾ ഒരു നിമിഷം അവളുടെ ഉള്ളിൽ പഴയ ഒരു കുലുക്കം ചെറുതായി ഉയർന്നു. പക്ഷേ അവൾ കണ്ണുകൾ മാറ്റിയില്ല. നോക്കിയത് വെല്ലുവിളിക്കാനല്ല, സ്വയം ഉറപ്പിക്കാനായിരുന്നു. ഇനി അയാളെ തനിക്ക് പേടിയില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. കോടതിക്കുള്ളിൽ അവൾ വാദം നടത്തിയപ്പോൾ ശബ്ദം അകാരണമായി ഉയർന്നില്ല, കണ്ണുനീർ വീണില്ല. അവൾ തൻ്റെ ഇരയ്ക്കുണ്ടായ അനുഭവത്തിൻ്റെ വിശദാംശങ്ങളും ഇര അനുഭവിച്ച ദുർഘട നിമിഷങ്ങളും കോടതിക്ക് മുമ്പാകെ ശക്തിയുക്തം വിവരിച്ചു. അവളുടെ ജീവിതം എങ്ങനെ രണ്ടായി പിളർന്നുവെന്ന് പറഞ്ഞു. എന്നിട്ടും ഇര എങ്ങനെ നിലനിന്നു എന്നും വിവരിച്ചു. സ്വന്തം അനുഭവങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള അതിശക്തമായ വാദമായിരുന്നു അത്. അരുന്ധതി സംസാരിക്കുമ്പോൾ അയാൾ ആദ്യമായി തലകുനിച്ചു. പിന്നെ പെട്ടെന്ന് തൻ്റെ ദൗത്യമോർത്തു. പ്രതിക്ക് വേണ്ടി വാദിക്കേണ്ട വക്കീലാണ് താനെന്നോർത്ത് സടകുടഞ്ഞ് വാദം തുടങ്ങിയെങ്കിലും അഡ്വക്കേറ്റ് അരുന്ധതിയുടെ നേർക്ക് നോക്കാനോ ശക്തമായ വാദങ്ങൾ നിരത്താനോ കഴിയാതെ അയാൾ കുഴങ്ങുന്നത് കണ്ടു. ആ നിമിഷം അരുന്ധതിക്ക് ഒരു കാര്യം മനസ്സിലായി. പ്രതിയെ തോൽപ്പിക്കുന്നത് അവനെ അപമാനിക്കുന്നതിലൂടെ മാത്രമല്ല, അവൻ്റെ മേൽ നിന്നുള്ള നമ്മുടെ ഭയം വലിച്ചെറിയുന്നതിൽ കൂടിയാണ്. കോടതി വിധി അതിജീവിതയ്ക്ക് അനുകൂല്യം ആയി വിധിച്ച ദിവസമായിരുന്നു ഇന്ന്. നികൃഷ്ടമായ ആ പ്രവൃത്തിക്ക്
കേസിലെ ഈ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം വാങ്ങിക്കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് തനിക്ക് ചാരിതാർത്ഥവും തരുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള തൻ്റെ കേസിനും കൂടിയുള്ളൊരു വിധിയായതാണ് അരുന്ധതി ഇപ്പോൾ മനസ്സിലാക്കിയത്. എന്നാൽ അവൾ അധികം സന്തോഷിച്ചില്ല. കാരണം ഇത് വെറും ഒരു പ്രതികാരത്തിൻ്റെ മാത്രം നിമിഷമായിരുന്നില്ല. ഈ വിജയം കൊണ്ട് തൻ്റെ എതിരാളിയുടെ മനസ്സിൻ്റെ ഊർജം ചോർത്തിയ ഒരു നിമിഷം കൂടിയായിരുന്നു എന്ന് അവൾ മനസ്സിലാക്കി. വിളർത്ത് വിറങ്ങലിച്ച പ്രതിഭാഗം വക്കീലിൻ്റെ മുഖത്ത് താൻ കൊടുത്ത അടിയുടെ മാറ്റൊലി കോടതി മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ മുഴങ്ങിയപ്പോൾ ഉണ്ടായ സംതൃപ്തിയുടെ നിമിഷം. ഇന്നത്തെ കോടതി വിധി വെറും ഒരു പ്രതികാരത്തിൻ്റെയോ വിജയത്തിൻ്റെയോ കഥയല്ല, തനിക്കും അയാൾക്കും മാത്രം അറിയാവുന്ന തൻ്റെ അതിജീവനത്തിൻ്റെ കഥ കൂടിയാണ്. അഡ്വക്കേറ്റ് അരുന്ധതി സംതൃപ്തിയോടെ ഓർത്തു. എങ്ങനെയുണ്ട് കഥ? ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇനി അടുത്തൊരു കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.